മലയാളത്തിലും റീ റിലീസ് കാലമാണ്. ഏറ്റവും കൂടുതൽ റീ റിലീസിനെത്തിയ ചിത്രങ്ങൾ മോഹൻലാലിൻ്റെതാണ്. വമ്പൻ വിജയമാണ് മോഹൻലാൽ നായകനായ ചിത്രങ്ങൾ റീ റിലീസിന് നേടുന്നത്. സ്ഫടികം, ദേവദൂതൻ, മണിച്ചിത്രത്താഴ്, ചോട്ടാ മുംബൈ, രാവണപ്രഭു തുടങ്ങിയ സിനിമകളാണ് മുൻപ് മോഹൻലാലിൻ്റെതായി തിയേറ്ററിൽ വീണ്ടും എത്തിയത്. 2001 റിലീസ് ചെയ്ത് മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത രാവണപ്രഭു വീണ്ടും റീ റിലീസ് ചെയ്യുകയാണ് എന്നതാണ് പുതിയ റിപ്പോർട്ട്. പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് ചിത്രം മാർച്ച് 6-നാണ് വീണ്ടും തിയേറ്ററുകളിലെത്തുക. ഒക്ടോബർ 10-നായിരുന്നു രാവണപ്രഭു പുത്തൻ സാങ്കേതിക മികവോടെ പ്രേക്ഷകർക്ക് മുന്നിൽ രണ്ടാമതും എത്തിയത്. എപ്പോഴത്തെയും പോലെ സിനിമ മോഹൻലാൽ ആരാധകർ ഒന്നടങ്കം ഏറ്റെടുത്തു. പ്രത്യേകിച്ച് റിലീസ് വേളയിൽ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്തവർ. രാവണപ്രഭുവിന്റെ റീ റിലീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം 4,70,00,000 മോഹൻലാലിന്റെ രാവണപ്രഭു റീ റിലീസിൽ ആകെ നേടിയത്. മലയാളത്തിലെ റീ റിലീസ് ഓപ്പണിംഗിൽ 2-ാം സ്ഥാനത്താണ് രാവണപ്രഭു. 67 മുതൽ 70 ലക്ഷം വരെയാണ് ചിത്രം നേടിയതെന്നാണ് ട്രാക്കർമാരുടെ റിപ്പോർട്ട്. 1-ാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തന്നെ സ്ഫടികമാണ്. ആകെ ആഗോള കളക്ഷൻ കണക്കിലെടുക്കുമ്പോൾ മണിച്ചിത്രത്താഴിനെ രാവണപ്രഭു പിന്നിലാക്കിയിരുന്നു. മണിച്ചിത്രത്താഴ് ആകെ 4,60,00,000 രൂപയാണ് നേടിയത്. രാവണപ്രഭുവിന് മുന്നിൽ 2 ചിത്രങ്ങളാണുള്ളത്, സ്ഫടികവും ദേവദൂതനും. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം സ്ഫടികം 4,95,00,000 രൂപയും ദേവദൂതൻ 5,40,00,000 രൂപയുമാണ് ആകെ നേടിയിരിക്കുന്നത്. ദേവാസുരം എന്ന ക്ലാസിക് ചിത്രത്തിന്റെ 2-ാം ഭാഗമാണ് രാവണപ്രഭു. ആദ്യ ഭാഗത്തിൽ മംഗലശ്ശേരി നീലകണ്ഠന്റെ കഥയാണ് പറഞ്ഞതെങ്കിൽ 2-ാം ഭാഗം മകൻ കാർത്തികേയന്റെ കഥയാണ് പറഞ്ഞത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.